പാലാ നഗരസഭ ചെയർപേഴ്സന്റെ ഓഫീസിൽ നിന്നും ഫയൽ മോഷ്ടിച്ചെന്ന പരാതി വ്യാജമെന്ന് UDF കോൺഗ്രസ് അംഗം ബിജു മാത്യൂസ്. താൻ ചെയർപേഴ്സന്റെ ഓഫീസിൽ പോലീസിനൊപ്പമാണ് പോയതെന്ന് ബിജു മാത്യൂസ് പറഞ്ഞു. തന്നെ മർദ്ദിച്ചെന്ന പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് എത്തിയത്. ഓഫീസിൽ എത്തിയത് മുതലുള്ള വീഡിയോ ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ബിജു മാത്യു പറഞ്ഞു. ഈ ചെയർപേഴ്സന്റെ ചേംബറിലോ അല്ലെങ്കിൽ റൂമിൽ നിന്നോ നഷ്ടപ്പെട്ടു എന്ന് ചെയർപേഴ്സൺ പറയുന്നു. അത് അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഒരു കാര്യമുണ്ട്, അതിലേക്ക് എന്നെ വഴിച്ചടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. പാലായിൽ കേരള പോലീസ് എന്നോട് ഇവിടെ ക്യാബിന് വരണമെന്ന് പറയുന്നു. ഞാൻ കൂടെ പോകുന്നു. കൂടെ പോയിട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നു. അതിനുശേഷം പുറത്തു പോകുന്നു. എൻ്റെ ഒപ്പം പോലീസുകാരനുമുണ്ട് 3 പേര്. അതോടൊപ്പം തന്നെ ഈ നഗരസഭയിലെ ഒരു ജീവനക്കാരനുമുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടുപോയിരുന്നോ ഉള്ള കാര്യം അറിയാമല്ലോ. പാർട്ടിയിൽ നിന്നുണ്ടായ ചർച്ചയിൽ പറഞ്ഞത് ഇതിൽ അങ്ങേയറ്റം പാർട്ടി പ്രതിഷേധിക്കുന്നു. പാർട്ടി തീർച്ചയായിട്ടും ഓരോ പ്രതിനിധികളോടും ഓരോ കൗൺസിലർമാരോട് കൃത്യമായ വിശദീകരണങ്ങൾ ചോദിച്ചു. അവരിങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പാർട്ടിയെ അറിയിച്ചു. കഴിഞ്ഞ മീറ്റിങ്ങിലുണ്ടായ സംഭവം മാത്രമല്ല, കഴിഞ്ഞ ഈ യോഗങ്ങളിലെല്ലാം ഉണ്ടാകുന്ന തീരുമാനങ്ങളും അവർ വ്യക്തിപരമായും അവർ കുടുംബപരമായുള്ള തീരുമാനങ്ങളെല്ലാം ഇതേ രീതി നമുക്ക് അംഗീകരിച്ച് മുമ്പാൻ പോകില്ല എന്നുള്ള വിവരം ഓരോ പ്രതിനിധികളും അറിയിച്ചു. അതോടൊപ്പം തന്നെ ഒരു പ്രമേയം കൊണ്ടുവന്ന ആ പ്രമേയം അത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ MLC പദവിയെപ്പറ്റി കൊണ്ടുവന്ന പ്രമേയത്തിൽ ഉണ്ടായത് ഒരു ഭരണഘടനാ ലംഘനവും അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നൊക്കെ വിലയിരുത്തപ്പെട്ടു. അതോടൊപ്പം പാർട്ടിയിലുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ടീം UDF എന്ന് പറയുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ MLAയുടെ KDP ഉള്ള പാർട്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ UDF യോഗം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വേണം കൂടാൻ, മറ്റ് പുറത്തുനിന്നുള്ള പ്രതിനിധികളെ ആരും പങ്കെടുപ്പിക്കേണ്ടതെന്നൊന്നും പാർട്ടി പറയുകയുണ്ടായി. പാർട്ടിക്ക് വേണ്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു, ഞങ്ങളത് അനുസരിക്കുന്നു. പിന്നെ ഏതൊരു കാര്യവും പാർട്ടിയിൽ നിന്ന് അറിയിക്കും, അപ്പോൾ മതി. അത് സെപ്പറേറ്റുള്ള പ്രതികരണങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്, ആ വിഷയം സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാം. അവരെൻ്റെ പേരിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്, ആ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറയാം. എന്നെ പറ്റിയുള്ള ആരോപണങ്ങൾ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി അതിൻ്റെ കൃത്യമായ വിവരം പറയുക തന്നെ ചെയ്യും. പാലായിൽ ഇതിനു മുൻപ് നടന്ന മോഷണ വിവാദത്തിലെ പ്രതികളെക്കുറിച്ചും അന്വേഷിക്കണം. മോഷണം പോയ വസ്തുക്കൾ തിരികെ കിട്ടാൻ നേർച്ച നടന്നിട്ടുണ്ടെന്നും ബിജു മാത്യൂസ് പറഞ്ഞു. സ്വതന്ത്ര കൂട്ടായ്മയിൽ വിശ്വാസം നഷ്ടമായെന്നും ബിജു മാത്യൂസ് കൂട്ടിച്ചേർത്തു. ബിജു മാത്യൂസിൻ്റെ പേര് അതിലുണ്ട്, സംശയിക്കുന്നു എന്ന് എഴുതിയതായിട്ട് ഇന്നലെ ചില മാധ്യമങ്ങളിൽ കണ്ടു. ആ മാധ്യമങ്ങളിലെ വാർത്തയും തെറ്റാണെന്നും എനിക്ക് ബിജുവിനെതിരെ അങ്ങനെ ഒരു പരാതി ഇല്ലെന്നും അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ നിലയ്ക്ക് ഞാനൊത്തിരി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പറയുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു കാണാതെ പോകുന്ന സാധനങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. അത് എൻ്റെ വിശ്വാസം അനുസരിച്ച് പെട്ടെന്ന് അത് കിട്ടും. കാരണം ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ മറന്നു വയ്ക്കുമ്പം ചിലപ്പോൾ അത് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് കിട്ടാറുമുണ്ട്. ആ രീതിയിൽ തിരിച്ച് കിട്ടുമ്പം കുട്ടി അത് കിട്ടിയതായിട്ടും പറയുകയും അതോടൊപ്പം തെറ്റിദ്ധാരണ മാറിയിട്ട് ഇപ്പം പിള്ളേരല്ലേ, ക്ഷമയൊന്നും ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പിള്ളേർക്ക് വരുന്ന തെറ്റാണ്, ഞാൻ ആ രീതിയിൽ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇതൊരു രാഷ്ട്രീയപരമായി ഇത്രയും കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു. നിസ്സാരമായൊരു ഓട്ടോറിക്ഷക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, നാട്ടിൽ അപകടം ഉണ്ടാകുന്ന വിഷയമാണ്. ആ വിഷയം ഏറ്റവും സിമ്പിളായിട്ട് പരിഹരിക്കേണ്ടതാണ്. മറ്റ് വിഷയങ്ങളെല്ലാം ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. അത് ഇത്രയേ ഉള്ളൂ. ഒരു മനസ്സിൽ കുറ്റബോധം തോന്നുമ്പം കാണിക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ വിനാശകാലേ വിപരീത ബുദ്ധി, അത് മാത്രമേ പറയാനുള്ളൂ.